ഹായ് കുട്ടികളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നരിയുടെ കള്ളം പുറത്തു വന്നതും സൗഹൃദം വീണ്ടും മടങ്ങിയതും നമ്മൾ കണ്ടല്ലോ. ഇനി വനത്തിൽ നേരിടേണ്ടത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പരീക്ഷയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, പക്ഷേ മഴ വന്നില്ല. നദി വളരെ ചെറുതായി, പുല്ലുകൾ മഞ്ഞയായി, വനം പതുക്കെ തളർന്നു പോകുകയായിരുന്നു. ഒരു ചെറിയ കുഞ്ഞു പക്ഷി തളർന്നു പാറയിലിരുന്നു. അമ്മേ, എനിക്ക് വെള്ളം വേണം. അമ്മ പക്ഷിയുടെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു. വനം മുഴുവൻ മൗനമായി അന്നിൽ. അമ്മ പക്ഷിയുടെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു. ലില്ലി മുയൽ ആകാശത്തേക്ക് നോക്കി. മേഘങ്ങളെ, ഒരു മഴ കൊണ്ടുവരൂ, നമ്മുടെ വനം മരിക്കരുതേ. രാജാവ് ഗജേന്ദ്രൻ വറ്റിയ നദിയുടെ അരികിൽ നിന്നു. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ രാജാവാണ്, പക്ഷേ മഴയെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. ആ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയം തൊട്ടുക. ഫോക്സി നരി മരത്തിന്റെ കീഴിൽ ഒരട്ടേക്കിരുന്നു. ഞാൻ മുമ്പ് സ്വാർത്ഥനായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാവരും വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദനിക്കുന്നു. അവൻ മനസ്സിലാക്കി സൗഹൃദത്തിന്റെ മൂല്യം. മൃഗങ്ങൾ ഒന്നിച്ചു ചേർന്നു. ചിലർ കുഴികൾ കുഴിച്ചു, ചിലർ വിളിച്ചു പാടിച്ചു, ചിലർ മഴക്കായി നൃത്തം ചെയ്തു. വനം മുഴുവൻ ഒരു വലിയ പ്രാർത്ഥനയായി. മഴ വരും, നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ആകാശത്തെ ഇരുണ്ട മേഘങ്ങൾ, കാറ്റ് ശക്തമായി, മിന്നൽ തിളങ്ങി. ഒരു തുള്ളി, പിന്നെ മറ്റൊരു തുള്ളി. അവസാനം വനം സന്തോഷത്തോടെ നൃത്തം ചെയ്തു. നദി നിറഞ്ഞു, പുല്ലുകൾ വീണ്ടും പച്ചയായി. കുഞ്ഞു പക്ഷി ചിറകുകൾ തുറന്നു പറന്നു. ലില്ലി മഴയിൽ കഴിച്ചു, ഗജേന്ദ്രൻ വെള്ളത്തിൽ ചാടി. നമ്മുടെ ഒരുമയാണ് മഴയെപ്പോലും വിളിച്ചുകൊണ്ടുവന്നത്. വനം വീണ്ടും ജീവിച്ചു. പക്ഷേ ഇനിയൊരു വലിയ ആഘോഷം വരാം. കുട്ടികളെ, വിശ്വാസവും ഒരുമയും ഉണ്ടെങ്കിൽ പ്രകൃതിയും നമ്മളോട് പുഞ്ചിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.